ഈ വിവാഹങ്ങളുടെ പേരിന് മറവിൽ ഇതുപോലത്തെ പല കൺവേർഷൻസും നടക്കാറുണ്ട്. ആൻഡ് ട്രസ്റ്റ് മീ, ദേ ആർ ഗെറ്റിംഗ് ഹ്യൂജ് മണി, ഹ്യൂജ് ഫെയിം. ഞാൻ റിലേഷൻഷിപ്പിലുണ്ടായ ആ വ്യക്തി, ഹി വാസ് ബിഗ് സീറോ വെൻ ഹി വാസ് ഇൻ, ഞങ്ങൾ റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഒന്നുമല്ലായിരുന്നു. പക്ഷെ ലേറ്റർലി ഹി ഗെറ്റ് ഇൻ ടു മീഡിയ, ഹി ഈസ് ഏർണിംഗ് ടു മച്ച്. അതായത് കുറെ കാറും, ദേ ആർ ഗെറ്റിംഗ് ദാറ്റ് കമ്മ്യൂണിറ്റി സ്പിരിറ്റ്. ആൻഡ് ശ്രേയ അയ്യർ തെളിവ് വയ്ക്കണം, അല്ലാണ്ട് ഇങ്ങനെ സംസാരിച്ചിട്ട് ഒരു കാര്യമില്ല. എടേ ബഷീർ എനിക്ക് കണ്ണെടുത്താൽ കണ്ടുകൂടെ? അവന്റെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ തന്നെ ചില സമയത്ത് അവനെ പിടിച്ച് ഉരയ്ക്കാൻ തോന്നും. പക്ഷെ അതൊന്നുമല്ല ഇവിടുത്തെ മാറ്റർ. അവൻ എങ്ങനെ ആയിക്കൊണ്ട് പോട്ടെ, അവനെ പറ്റിയിട്ട് നമ്മൾ പലവട്ടം അവനെതിരെ വീഡിയോയും ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇവിടെ ശ്രേയ അയ്യർ ഒരു വർഗീയത സാധനം സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. ഒരു വർഗീയത ഇങ്ങനെ തുപ്പി തള്ളി അങ്ങോട്ട് വിട്ടുകൊടുക്കുകയാണ്. കുറച്ച് പഴയ വീഡിയോ ആണിത്. ഈ വീഡിയോ ഇപ്പൊ കുത്തിപ്പൊങ്ങി വരുന്നുണ്ട്, നല്ല റീച്ചിലോട്ട് പൊക്കോണ്ടിരിക്കുകയാണ്. ഇത് ചർച്ചയാവുകയാണ്. ഇതിന്റെ റീസൺ കേരള സ്റ്റോറി അതിൽ ബീഫ് കുത്തി അണ്ണാക്കിൽ ഇട്ട് കൊടുത്തിട്ട് അത് കേരളത്തിൽ നടന്നതാണെന്ന് കുറെ പോങ്ങന്മാർ, എന്നിട്ട് അതിന്റെ അടിയിൽ കൂടി നൈസായിട്ട് താഴെ എഴുതി വെച്ചിട്ടുണ്ട് ഇത് കേരളത്തിന് അപ്പുറത്തും ഉണ്ടെന്ന്. എന്ത് കിഴങ്ങടാവന്മാർ കാണിക്കുന്നത്? ഇവിടെ കേരളത്തിൽ ആരാടാ ബീഫ് തിന്നുവെച്ച്? മൈ ഫേവറേറ്റ് ഫുഡാ. ഇന്നലെ കൂടി കഴിച്ചുള്ളൂ സത്യം. ബീഫും പൊറോട്ടയും നമ്മുടെ ഫേവറേറ്റ് ആണ്. അങ്ങനത്തെ ഒരു സാധനം ഇവിടെ ഉണ്ടാക്കിയെന്ന് പറഞ്ഞുകൊണ്ട് നീയൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ അത് എവിടെ അംഗീകരിക്കാൻ പറ്റും? സത്യം പറഞ്ഞാൽ അവൻ്റെയൊക്കെ സിനിമ നിരോധിക്കണം. നമ്മുടെ നാടിനെ നാണം കെടുത്താൻ വേണ്ടിയിട്ട് നമ്മുടെ നാടിന്റെ പേരും വെച്ചും കൊണ്ട് അപ്പുറത്ത് നടന്നിട്ടുള്ള കഥയെടുത്ത് അവൻ കാണിക്കുകയാണ്. ഇന്ത്യയിൽ മൊത്തത്തിൽ നടന്നിട്ടുള്ളതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ. അല്ലാണ്ട് കേരളം എന്ന് പറയുന്ന പേരും കൊടുത്തിട്ട് അങ്ങ് യു പിയിലും അങ്ങും ഒക്കെ നടന്നിട്ടുള്ള കാര്യങ്ങൾ എടുത്ത് കാണിച്ചു കഴിഞ്ഞാൽ അത് ഏത് രീതിയിൽ അംഗീകരിക്കാൻ പറ്റും? നമ്മുടെ നാടെന്നത് ചുമ്മാ അവന്മാർക്ക് മറ്റേ കുത്തഴിഞ്ഞ് നടക്കണം. അവന്മാരെ സിനിമ നിരോധിക്കണം. ഇങ്ങനെയുള്ളവന്മാരുടെ സിനിമയായിട്ട് കാണാൻ പഠിക്കണമെന്ന് തന്നെയാണ് ഞാനും മനസ്സിലാക്കുന്നത്. പക്ഷെ നമ്മുടെ നാടിന്റെ പേരും വെച്ചിട്ട് അപ്പുറത്ത് നടന്ന കാര്യം എടുത്ത് കാണിച്ച് നമ്മുടെ നാടിന് ചെളിവാരി അടിക്കുന്ന പരിപാടി വേണ്ട. അതെനിക്ക് പറയാനുള്ളൂ. ഇതിൽ ഹൈക്കോടതിയിലൊക്കെ എത്തിയിട്ടുണ്ട് സാധനം. അവിടെ നിന്ന് ഇനി അവര് കണ്ട് അവരെ അക്സെപ്റ്റ് ചെയ്താൽ മാത്രമേ ഈ സിനിമ പുറത്തിറങ്ങത്തുള്ളൂ. അങ്ങനത്തെ ഒരു പരിപാടിയിലാണ് ഇപ്പം നിൽക്കുന്നത്. വള്ളിയാണ് അത്യാവശ്യം. ടീസറൊക്കെ നിരോധിക്കാനായിട്ടും പിൻവലിക്കാനായിട്ടൊക്കെ ഓർഡർ വന്നിട്ടുണ്ടായിരുന്നു. ഇവന്മാർ ഇതുവരെ പിൻവലിച്ചിട്ടില്ല. ഇനി പിൻവലിച്ചോന്നും അറിയത്തില്ല. ഒന്നുകൂടി കയറി നോക്കുമ്പോൾ അറിയാം. ഓക്കെ, ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന സമയം വരെ അവന്മാർ പിൻവലിച്ചിട്ടില്ല. എന്തായാലും അവന്മാര് അപ്പുറത്ത് നടന്നതിനെ പിടിച്ചിട്ട് നമ്മുടെ നാടിന്റെ പേരും കൊടുത്ത് ഉണ്ടാക്കി. നമുക്കാണ് ചീത്ത പേര് കിട്ടുന്നത്. ഇത് മൊത്തത്തില് ഇത് വേൾഡ് വൈഡ് ഓടുന്ന സമയത്ത് കേരളം എന്ന പേരാണ് അവിടെ വരുന്നത്. ഇന്ത്യ എന്ന രാജ്യത്ത് കേരളം എന്ന സംസ്ഥാനത്തിന്റെ പേരാണ് ആ ടൈറ്റിലുള്ളത്. അപ്പൊ ഈ സിനിമ കാണുന്ന സമയത്ത് നമ്മുടെ നാട്ടിലാണ് ഇത് നടന്നതെന്ന് പുറത്തുള്ള ആൾക്കാർ തെറ്റിദ്ധരിക്കും, അല്ലെ? അത് നമ്മുടെ നാടിനാണ് ആ ചീത്തപ്പേര് കിട്ടുന്നത്. പക്ഷെ എന്നാൽ നമ്മുടെ നാട്ടിലാണോ? അല്ല, നടന്നിട്ടുള്ള അങ്ങ് അപ്പുറത്ത് നടന്ന കാര്യം എടുത്ത് ഇപ്പുറത്ത് ഇട്ടിട്ട് അടിയിൽ ചെറുതായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് കേരളത്തിന് അപ്പുറത്ത് ഉണ്ടെന്ന്. എന്തോന്നടേ കഷ്ടോടെ. നിന്നെയൊക്കെ പോലെ ഓരോ തോൽവികൾ ഞാനൊന്നും പറയുന്നില്ല. ഇനി ഇതിന്റെ പ്രസ് മീറ്റ് ഉണ്ടായിരുന്നു. പ്രസ് മീറ്റിന്റെ സമയത്ത് മറ്റേ വിക്ടിംസ് ആയിട്ടുള്ള കുറെ പേരെന്ന് പറഞ്ഞ് 10-30 എണ്ണത്തിനെ പിടിച്ചുകൊണ്ട് ഇരുത്തി. അതിലൊന്നും പോലും കേരളത്തിൽ നിന്നില്ല. എല്ലാം അങ്ങ് യു പിയിൽ നിന്നും അങ്ങ് രാജസ്ഥാനിൽ നിന്നൊക്കെയാണ് ഉള്ളത്. അതാരും ഇവിടെ കേരളത്തിൽ നിന്നുള്ളതല്ല. പിന്നെ ഇവർ എന്ത് അടിസ്ഥാനത്തിലാണ് ഇതിന് കേരള സ്റ്റോറി 2 എന്ന് പേരിട്ടെന്ന് എനിക്ക് അറിയാൻ പാടില്ല. സത്യം ഉള്ള കാര്യം പറയാം. എന്തായാലും മീഡിയക്കാരുടെ മുന്നിൽ കിടന്ന് ബബ്ബ അടിക്കുന്നവന്മാരെ നമുക്കൊന്ന് കാണാം. अगर ऐसे होगा तो हम कुछ सुन नहीं पा रहे. हम क्या बात करें? Survivors will not be able to answer the question. They have come with എന്റെ സിന്ന് ഇത് സംഭവം എന്തെന്നറിയാമോ? അതായത് മീഡിയക്കാർ ചോദിക്കുന്ന സർവൈവർ ആയിട്ടുള്ള ആൾക്കാരടുത്ത് അവർക്ക് ബൈറ്റ് എടുക്കണം, സംസാരിക്കണമെന്ന് പറയുന്ന സമയത്ത് പറ്റൂല. സർവൈവർ ആയിട്ടുള്ളവരെ നമുക്ക് സംസാരിക്കാനാക്ക് പറ്റൂല. പിന്നെ അതിനാ ഗീരവത്തിന് അവരെ കൊണ്ട് ഇരുത്തിയത്. എന്തിനാടാ ഇരുത്തിയത്? എന്റെ പൊന്നെണ്ണ തള്ളി മറിക്കാതെ. എവിടെന്നോ മറ്റേ വഴിയിൽ റേഷൻ കടയിൽ അരി വാങ്ങാൻ നിന്ന ടീംസിനെ കുറച്ച് സാരി മാഞ്ചി ഉടുപ്പിച്ച് കൊണ്ട് ഇരുത്തിയിരിക്കുകയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലാണ്ട് പിന്നെ എന്നാ പറയാന്? ചുമ്മാ അങ്ങ് തള്ളി അങ്ങ് മറിക്കുകയാണ്. കാരണം ഇനി അവരെ സംസാരിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? സംഭവം കയ്യിൽ നിന്ന് പോകും. അവർക്ക് ഇവന്മാര് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള നാടകം അതുപോലെ സംസാരിക്കാൻ അറിയത്തില്ലായിരിക്കും. അപ്പൊ കയ്യിൽ നിന്ന് പോകും. അതുകൊണ്ട് നൈസായിട്ട് അതങ്ങ് ഒതുക്കി അങ്ങ് വെച്ചിരിക്കുകയാണ്. പറ്റൂല. സർവൈവർ ആയിട്ടുള്ളവർ സംസാരിക്കാൻ പറ്റൂല. പക്ഷെ അവരെ ഫേസ് നാട്ടുകാർ കണ്ടാലും കുഴപ്പമില്ല, അവർ സംസാരിക്കാൻ പറ്റൂല. അതെന്തേടെ? അതിൽ തന്നെ നീയൊക്കെ ഉടായ്പാണെന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. നമ്മൾ പല രീതിയിലുള്ള സിനിമകളും സപ്പോർട്ട് ചെയ്യാറുണ്ട്. വയലൻസ് ആയിട്ടുള്ള മൂവീസ് സപ്പോർട്ട് ചെയ്യാറുണ്ട്. കാരണം അതൊക്കെ സിനിമ എന്ന് പറയുന്ന രീതിയിലോട്ട് നമ്മൾ കാണണം എന്നാണ് പറയുന്നത്. പക്ഷെ ഇതൊരു റിയൽ സ്റ്റോറി ബേസിൽ ചെയ്യുമ്പോൾ അത് കേരളത്തിന്റെ പേരും കൊടുത്തിട്ട് അങ്ങ് യു പിയിൽ നടന്നിട്ടുള്ള കാര്യം എടുത്ത് വെച്ച് കഴിഞ്ഞാൽ അത് അംഗീകരിക്കാൻ പറ്റത്തില്ല. കാരണം ആ ചീത്തപ്പേര് കിട്ടുന്നത് നമ്മുടെ നാടിനാണ്, നിനക്കൊക്കെ അല്ല. അതുകൊണ്ട് നമ്മുടെ നാടിന്റെ പേരും വെച്ചിട്ട് നീയൊക്കെ ഉണ്ടാക്കണ്ട. ഇവിടെ ബീഫിന് ഒരു കുഴപ്പമില്ല. ഇവിടെ നിന്ന് നല്ല പോലെ വെട്ടി തിന്നും, നല്ല പോലെ തിന്നും. ഇന്നലെ കൂടി തിന്നതേ ഉള്ളൂ.
എന്നിട്ട് നമ്മുടെ നാടിന്റെ പേരും വെച്ചിട്ട് ചീത്ത പേര് മൊത്തം നമുക്കും അവന്മാരെ പ്രവൃത്തി. ഇതാണ് ഇവിടെ നടക്കുന്നത്. അവരാധികള്. सर माइक से बोलिए, माइक से। केरला से 26 केरला स्टोरी 1 के वक्त ले आए थे, उसका वीडियो आज भी YouTube पे अवेलेबल है। सर भैया आज हम उनको ले आते तो आप कहते आप उन्हीं लोगों को वापस ले आ रहे हो, तो आप दोनों तरफ बात करेंगे, ये सही है। बट टुडे സംഭവം മനസ്സിലായി. കേരളത്തിൽ നിന്നുള്ള വിക്ടിംസ് ഒന്നും ഇല്ലേടെന്ന് ചോദിക്കുമ്പോൾ കേരളത്തിലുള്ള വിക്ടിംസിന് നമ്മൾ പാർട്ട് 1 കൊണ്ടുവന്നു, അതിൽ ഉണ്ടായത്. പിന്നെ ഇനി അവരെ വീണ്ടും കൊണ്ടുവന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് വിചാരിക്കും? നമ്മൾ വീണ്ടും അവരെ കൊണ്ടുവന്നെന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ പിന്നെ നമ്മളെ മറ്റത് ചെയ്തെന്ന് മറിച്ച് ചെയ്തെന്നൊക്കെ പറയുമെന്ന് പറഞ്ഞുകൊണ്ടാണ് അണ്ണന്മാരെ തള്ളി മറിക്കുന്നത്. എൻ്റെ പൊന്നണ്ണന്മാരെ, അങ്ങനെയാണെങ്കിൽ ഈ വിക്ടിംസിൻ്റെ അടുത്ത് മീഡിയക്കാർക്ക് സംസാരിക്കുന്ന അവസരം കൊടുക്ക്. തള്ളിയങ്ങ് മറിക്കുകയാണ്. എന്തായാലും കോടതി കണ്ടതിന് ശേഷം എടുത്ത് കളയണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. നമ്മുടെ നാട്ടിൽ നടക്കാത്ത സംഭവം നമ്മുടെ നാട്ടിൽ നടന്നെന്ന് പറഞ്ഞുകൊണ്ട് ഒരു പടം എടുത്തിട്ട് ഇവന്മാർ ഉണ്ടാക്കി കഴിഞ്ഞാൽ ആ ചീത്തപ്പേര് നമ്മുടെ നാടിനാണ് കിട്ടുന്നത്. അതിൻ്റെ ആവശ്യമില്ല, എടുത്ത് കളയണമെന്നേ ഞാൻ പറയത്തുള്ളൂ. ഇനി നമ്മുടെ ശ്രേയ അയ്യറിലോട്ട് വരാം. അതെന്താണ് വിഷയം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നല്ലപോലെ വർഗീയത തുപ്പി തള്ളുന്നുണ്ട്. ഏതോ ഒരു ഹിന്ദു സമാജ പ്രോഗ്രാമിൽ വന്നിട്ട് അങ്ങ് തുപ്പി തള്ളുവാണ്. നിങ്ങളൊക്കെ പോലെ ഉള്ളവരാണ് ഈ നാടിന് ലാഭമെന്ന് ഞാൻ പറയും. ഈ ബഷീർ എന്ന് പറയുന്നവന് ഓൾറെഡി നെഗറ്റീവ് ഉണ്ട്, അവന് സപ്പോർട്ടും ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ശ്രേയ പറയുന്നുണ്ട് ബഷീർ 0 ആയിരുന്നു, അവൻ വളർന്നത് ഞാൻ കാരണമാണെന്നൊക്കെ ഉള്ള രീതിയിൽ ഒരു തള്ളി മറിക്കുന്നുണ്ട്. ബഷീർ വളർന്നതിന്റെ കാരണം ഇപ്പൊ ശ്രേയ ഒന്നും അല്ല. അവൻ 2 കല്യാണം കഴിച്ചു, അതിനെ തുടർന്നിട്ടാണ് അവന്റെ യൂട്യൂബ് ചാനൽ വളർന്നത്. അവിടെ നിന്നാണ് അവൻ ഏണിങ്സ് ഉണ്ടാക്കി. അതിനുശേഷം പ്രൊമോഷനും കാര്യങ്ങളും സ്വന്തമായിട്ട് ബിസിനസ്സും എല്ലാം ചെയ്താണ് അവൻ ഈ നിലയിലെത്തിയത്. അവൻ 2 കല്യാണം കഴിച്ചപ്പോഴാണ് ആൾക്കാർ ക്യൂരിയോസിറ്റിയോടെ അവിടെ എത്തി നോക്കിയത് എന്താ പരിപാടി എന്നുള്ള രീതിയിൽ. അതിനുശേഷം പലരും 2 കല്യാണം കഴിച്ച് റീച്ച് ഉണ്ടാക്കാൻ നോക്കിയിട്ടുണ്ടായിരുന്നു. അതുപോലെ എത്തിയില്ലെങ്കിൽ എവിടെയൊക്കെയോ എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് 2 കല്യാണം കഴിക്കുന്നത് ഞാൻ അധികം അങ്ങനെ സപ്പോർട്ട് ചെയ്തില്ല. വേറൊന്നും കൊണ്ടല്ലേ എങ്ങനെയാണ് സാധിക്കുന്നത്? ആ ഒരു സെറ്റപ്പാണ്. എന്തായാലും ഈ 2 കല്യാണം സപ്പോർട്ട് ചെയ്യാത്തവരാണ് നിങ്ങളെങ്കിൽ, ഒരേ സമയം 2 കല്യാണം 2 ഭാര്യ നടുക്ക് ഭർത്താവ്, ആ സെറ്റപ്പ് ആണെങ്കിൽ നിങ്ങൾ അത് സപ്പോർട്ട് ചെയ്യുമോ? അങ്ങനെയാണെങ്കിൽ എനിക്ക് ചോദിക്കാനുള്ളത് ബഷീർ അടുത്താണ് കേട്ടോ. 2 കല്യാണം കഴിച്ചല്ലോ, 2 ഭാര്യമാരുണ്ടല്ലോ. ഇവരിനി വേറെ 2 കല്യാണം കൂടി കഴിച്ചു കഴിഞ്ഞാൽ ബഷീർ അക്സെപ്റ്റ് ചെയ്യുമോ? ഇത് ടാസ്ക് അല്ലേ? അതാണ് നമുക്ക് അങ്ങനെ ചിന്തിക്കുമ്പോൾ അപ്പോഴും നമുക്ക് ചെറുതായിട്ടൊന്നും പൊള്ളും, അത്രേ ഉള്ളൂ. എന്തായാലും ബഷീറിന്റെ 2 കല്യാണം അല്ല ഇവിടുത്തെ വിഷയം. ഇവിടുത്തെ വിഷയം ശ്രേയ അയ്യർ വന്നിട്ട് പറയുന്ന കുറെ കാര്യങ്ങളാണ്. അതായത് ലവ് ജിഹാദി മറ്റതാണ് മറിച്ചതാണ് തേങ്ങയാണ്, ഇവിടെ മതം മാറി വരുന്നതിന് ഇവിടെ പൈസ ഇറക്കുന്നു, ഇവിടെ വർഗീയത നടക്കുന്നു, മറ്റത് മറിച്ചാണ് കോടയാണെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഇവിടെ കറക്റ്റ് വർഗീയത തുപ്പുന്നത് ശ്രേയയാണ്. ഞാൻ ആ വീഡിയോ കൊടുക്കാം, അപ്പൊ നിങ്ങൾക്ക് ഏതാണ്ടൊക്കെ കാര്യങ്ങൾ പിടികിട്ടും. ഗുഡ് ആഫ്റ്റർനൂൺ. എൻ്റെ പേര് ശ്രീ അയ്യർ. ഞാൻ ടെലിവിഷൻ ആങ്കറാണ്, ആക്ടറാണ്, ആൻഡ് ഇപ്പം ഫിറ്റ്നസ് എന്തൂസിയാസ്റ്റാണ്. ഞാൻ സൗത്ത് ഇന്ത്യ മിസ് ഫിറ്റ്നസ് ടൈറ്റിൽ ഹോൾഡറാണ്. ഇതിനെല്ലാത്തിൻ്റെ അച്ചീവ്മെൻറ്റ് എൻ്റെ ലൈഫ് ഫെയിലിയറാണ്. ഐ സ്റ്റാർട്ടഡ് ഫ്രം റൂട്ട്സ്. ഇത് സത്യം പറഞ്ഞാൽ മേ ബി നിങ്ങൾക്കൊരു മോട്ടിവേഷൻ പോലെ ആവും. ചിലവർക്ക് ഇത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല, ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ ദിസ് ഓൾ ഹാപ്പൻഡ് ബിക്കോസ് ഓഫ് ലവ് ഫെയിലിയർ എന്നല്ല, ഒരു റോങ് റിലേഷൻഷിപ്പിൽ ഞാൻ സ്റ്റെപ്പ് ചെയ്തതാണ്. നമുക്കെല്ലാവർക്കും നമ്മൾ പറക്കുമ്പോൾ നമ്മൾ എന്താ ചെയ്യാം? നമ്മൾ എല്ലാവർക്കും സംസാരം തുടങ്ങുമ്പോൾ നമുക്ക് ആദ്യം ഭജന പറഞ്ഞു തരും, അല്ലെ? ക്ഷേത്രത്തിൽ പറഞ്ഞു വിടും. നമുക്കല്ലാണ്ട് നമുക്ക് ഈ മതം റിസീവിങ് ഓഫ് റിലീജിയൻ എന്നുള്ള സാധനമില്ല നമ്മുടെ ഹിന്ദുയിസത്തിൽ. അതുപോലെ നമുക്ക് മതം കൺവേർഷൻ എന്നുള്ള സാധനമില്ല. അതായത് ശ്രേയ ഇവിടെ പറഞ്ഞു വെക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ താൻ തൻ്റെ ജീവിതത്തിൽ ഒരുപാട് കഷ്ടതകൾ അനുഭവിച്ചിട്ടുണ്ട്. ബഷീർ അടുത്തെന്നാണ്. അവനുമായിട്ട് റിലേഷനിലായിരുന്ന സമയത്ത് അവൻ ഉപദ്രവിച്ചിട്ടുണ്ട്, ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് സഫർ ചെയ്തിട്ടുണ്ട്, ഒരുപാട് നേരിട്ടിട്ടുണ്ട്. അവൻ്റെ ഉളത്തനങ്ങളെല്ലാം നമുക്ക് അറിയാവുന്നതാണ്, എല്ലാം ഓക്കെയാണ്. പക്ഷെ മതം എന്ന് പറയുന്ന ഒരു ഫാക്ടർ ഇതിൻ്റെ ഇടയിൽ ശ്രേയ എടുത്തിട്ടത് എനിക്ക് പേഴ്സണലി യോജിപ്പില്ല. അതിന് മതവുമായിട്ട് പിടിക്കേണ്ട കാര്യമില്ല. അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന ഹിന്ദുവിൽ നിന്നും മുസ്ലിമിലോട്ട് ശ്രേയ പോകുന്ന സമയത്ത് ശ്രേയക്ക് അറിയത്തില്ലേ ഹിന്ദുവിൽ നിന്നുമാണ് ഞാൻ മുസ്ലിമിലോട്ട് പോകുന്നതെന്ന്? എന്നിട്ട് ഇവിടെ ശ്രേയ തന്നെ പറഞ്ഞു വയ്ക്കുന്നുണ്ട്, ഇവിടെ പൈസ കൊടുത്തിട്ട് പൈസയ്ക്ക് വേണ്ടിയിട്ടൊക്കെ ഉള്ള പരിപാടികൾ, മതം മാറണോ അങ്ങനെ ഇങ്ങനെയൊക്കെ ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, അങ്ങനെയാണെങ്കിൽ ശ്രേയ എന്തിനാണ് ബഷീറിൻ്റെ അടുത്ത് പോയത്? അവൻ മുസ്ലിം അല്ലേ, താൻ ഹിന്ദു അല്ലേ? അതാണ്. അതുകൊണ്ട് ഇങ്ങനൊരു സംസാരം ശ്രേയ സംസാരിക്കുന്നത് എനിക്ക് യോജിപ്പില്ല. നമ്മൾ എന്തിനാണ് മതം വച്ചിട്ട് ഇതിൻ്റെ ഇടയിൽ കളിക്കുന്നത്? ഇന്നിവിടെ ഓരോ റിലേഷൻഷിപ്പിൽ പോകുന്നതോ ബന്ധങ്ങൾ സ്ഥാപിക്കുന്നതോ അവിഹിതം പോകുന്നതോ അല്ലെങ്കിൽ ഒളിച്ചോടുന്നതോ ഒന്നും മതമെന്ന് പറയുന്ന ഒരു ഫാക്ടർ മിക്സ് ചെയ്തിട്ടല്ല. സ്നേഹിക്കുന്നു, അവർ പോകുന്നു, സ്നേഹിക്കുന്നു, അപരാധം ചെയ്യുന്നു, അവിഹിതം വയ്ക്കുന്നു, അങ്ങനെ ഇങ്ങനെ പല പരിപാടികളാണ് ചെയ്യുന്നത്. അതൊന്നും ശരിയാണെന്നല്ല ഞാൻ പറയുന്നത്. ഓക്കെ, അതുകൊണ്ട് ഒരു മതത്തിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഇവിടെ ആൾക്കാർ പ്രവർത്തിച്ച് അങ്ങനെ പെൺകുട്ടികളെ കൊണ്ടുപോകുന്നു എന്നുള്ള രീതിയിലുള്ള ഒരു പറച്ചിൽ പറയാതെ പറഞ്ഞു വെക്കുമ്പോൾ എനിക്കത് യോജിപ്പില്ല. അതെന്താ അങ്ങനെ? ഇപ്പോൾ ഞാൻ ക്രിസ്ത്യനാണ്,
എനിക്കിപ്പോൾ ഹിന്ദുവിലോട്ടോ മുസ്ലിമിലോട്ടോ പോകണമെന്ന് എനിക്ക് പേഴ്സണലി തോന്നുകയോ അല്ലെങ്കിൽ എനിക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രമല്ലേ മാറാൻ പറ്റത്തുള്ളൂ. വേറെ ഒരാൾക്ക് ഇടിച്ചു പിഴിഞ്ഞ് ചെയ്യിപ്പിക്കാൻ പറ്റത്തില്ലല്ലോ. ഇത്രേ ഉള്ളൂ. ഇവിടെ പലരും മതങ്ങൾ മാറാറുണ്ട്. ചിലവർക്ക് ഇപ്പൊ ഹിന്ദുവായിട്ട് ജനിച്ച് അവർക്ക് ഹിന്ദു ആചാരങ്ങൾ വലിയ താല്പര്യമില്ലാണ്ട് ക്രിസ്ത്യൻ ആചാരം മുസ്ലിം ആചാരമൊക്കെ കാണുമ്പോൾ അവർക്ക് അത് ഇഷ്ടപ്പെട്ട് അവരങ്ങോട്ട് മാറാറുണ്ട്. അതുപോലെ തന്നെ തിരിച്ചിങ്ങോട്ടും വരാറുണ്ട്. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. ചില പെൺകുട്ടികൾ ഈ പ്രേമിക്കുന്ന സമയത്ത് തന്നെ മുസ്ലിം പയ്യനെ ഹിന്ദു മതത്തിലുള്ള ക്രിസ്ത്യൻ മതത്തിലുള്ള പെൺകുട്ടികൾ പ്രേമിക്കാറുണ്ട്. പ്രേമിച്ചതിന് ശേഷം ഈ പെൺകുട്ടി ഒളിച്ചോടുകയോ എന്തൊക്കെയൊക്കെ ചെയ്യുന്ന സമയത്ത് ഇവരവിടെ പോയിട്ട് ആ മതം സ്വീകരിക്കാറുണ്ട്. അതിപ്പോ അവര് വോഴ്സ് ചെയ്താലും അവർ പറഞ്ഞാലും എന്തൊക്കെയായാലും ആ പെൺകുട്ടിയുടെ ഇഷ്ടത്തോടെയല്ലേ ചെയ്യുന്നത്. അപ്പൊ അവിടെ ഒരു സാധനം കുത്തി ചൊരി വയ്ക്കേണ്ട കാര്യം ശ്രേയക്കില്ല. നല്ല ഒന്നാം തരം പച്ച വർഗീയതയാണ് അടിച്ചു തുപ്പി വിടുന്നത്. കേട്ടാ, അത് പറയണമെന്ന് തോന്നി. നമ്മളെല്ലാത്തിനും ബഷീർ എടുത്തിട്ട് അടിക്കേണ്ട കാര്യമൊന്നുമില്ല. അവൻ ചെയ്തിട്ടുള്ള തൊട്ടിത്തനങ്ങളെ ശ്രേയ തന്നെ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. നമ്മൾ കണ്ടതാണ്, കേട്ടതാണ്. പക്ഷേ എന്ന് വെച്ചിട്ട് ഇതിന്റെ ഇടയിലൊക്കെ ഒരു മതം കുത്തിച്ചെരുവേണ്ട കാര്യമില്ല. ഒരു ഹിന്ദു സമാജ പ്രോഗ്രാമിന് എന്തോ വന്ന സമയത്താണ് ഇങ്ങനെ കയറ്റി വിടുന്നത്. അതിന്റെ ഇടയിൽ മതം കയറ്റി തള്ളി നിറച്ചും കൊണ്ടുള്ള തള്ളാതിരിക്കുന്നതായിരിക്കും ശ്രേയക്ക് നല്ലത്. റിലേഷൻഷിപ്പിൽ വരുമ്പം നമ്മൾ ബ്ലൈൻഡ്ലി ഒരാളെ ട്രസ്റ്റ് ചെയ്യും. നമ്മൾ ആരെയും എന്താണ് ഏതാണെന്നൊന്നും അറിയുന്നില്ല. അവരുടെ സെന്റിമെന്റിൽ വീഴും. ആൻഡ് ദെൻ വി ഫോൾ ടു ഗെറ്റ് ഇൻ ടു എ റിലേഷൻഷിപ്പ്, കല്യാണം അല്ലെങ്കിൽ മാരേജ് എന്ന് പറഞ്ഞു വരും. അപ്പം അവിടെ തുടങ്ങുകയാണ് അവർക്ക് അത് ഞങ്ങളുടെ വീട്ടുകാരെ സമ്മതിക്കത്തില്ല, സമൂഹം സമ്മതിക്കത്തില്ല. ഇപ്പം ഞാനൊരു മുസ്ലിമായിരുന്നിട്ട് ഞാനൊരു വേറൊരു സ്ത്രീനെ കല്യാണം കഴിക്കുകയാണെങ്കിൽ എൻ്റെ മതത്തിൽ നിന്നും എന്നെ ഒതുക്കി വെക്കപ്പെടും. അത് പറ്റത്തില്ല. ബട്ട് നമുക്ക് അങ്ങനത്തെ ഒരു സംഭവം ഹിന്ദുസത്തിലില്ല. ഓക്കെ, അതായത് മുസ്ലിങ്ങളുടെ ഇടയിൽ അങ്ങനെ ഉണ്ടെന്നാണ് പറയുന്നത്. അത് ഉള്ളവരുണ്ടാവാം, ഇല്ലാത്തവരുണ്ടാവാം. പക്ഷെ അത് ഹിന്ദുസത്തിൽ ഇല്ല എന്ന് പറയുമ്പോൾ അതും ഉള്ളവരുണ്ടാവും, ഇല്ലാത്തവരും ഉണ്ടാവും. അതായത് ചില ഹിന്ദുക്കളുടെ വീട്ടിലുണ്ട് വേറെ മതത്തിൽ നിന്ന് ആൾക്കാരെ വിളിച്ചുകൊണ്ടൊന്നും കഴിഞ്ഞാൽ കയറ്റാത്തവരോ. അതിപ്പോ ക്രിസ്ത്യൻസിലും ഉണ്ട്, മുസ്ലിംസിലും ഉണ്ട്, എല്ലായിടത്തും ഉണ്ട്. എന്ന് വെച്ചിട്ട് നമ്മൾ ആ ഒരു മതത്തിനെ മൊത്തത്തിൽ ജനറലൈസ് ചെയ്ത് സംസാരിച്ചിട്ട് താൻ ഇരുന്ന് ഏത് മതത്തിന് വേണ്ടിയിട്ടാണ് സംസാരിക്കുന്നത് ആ മതത്തിനെ പൂർണ്ണമായിട്ട് സപ്പോർട്ട് ചെയ്ത് ബാക്കിയുള്ള മതത്തിന് ജനറലൈസ് ചെയ്തിട്ട് മോശമാണെന്ന് പറയുന്നത് വളരെയധികം മോശമാണ്. കേട്ടാ, ഇതിപ്പോ ശ്രേയ വേണമെങ്കിൽ പറയാമായിരുന്നു, അത് ചില വീടുകളിൽ. പക്ഷെ ഇവിടെ ഹിന്ദുക്കളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രേയ മറ്റുള്ള മതത്തിലുള്ള മുസ്ലിംകളെ അടക്കം ഇങ്ങനെ കുറ്റം പറഞ്ഞുകൊണ്ട് സംസാരിക്കുമ്പോൾ അത് വളരെ മോശമാണ്, വളരെയധികം മോശമാണ്. ഞാൻ ഉള്ള കാര്യം പറയാം. ഇപ്പൊ തനിക്ക് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ തന്റെ മതത്തിനെ പറ്റിയിട്ട് പുകഴ്ത്തി അടിച്ചു, ഒരു കുഴപ്പമില്ല. പക്ഷെ തന്റെ മതത്തിനെ പുകഴ്ത്തി അടിക്കുന്നതിനിടയ്ക്ക് മറ്റുള്ള മതങ്ങളെ ചെളിവാരി അടിക്കരുത്. ഇതിപ്പോ ഈ കേരള സ്റ്റോറിയുമായി റിലേറ്റ് ചെയ്തിട്ട് ഇപ്പോഴീ സാധനം വീണ്ടും കുത്തിപ്പൊങ്ങിയിരിക്കുകയാണ്. ശ്രേയയുടെ പഴയ ഇന്റർവ്യൂ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. എനിക്കത് വലിയ യോജിപ്പില്ല. ശ്രേയയുടെ സ്റ്റേറ്റ്മെന്റ് ആണ്. ഞാൻ ഇപ്പോഴാണ് ഈ സ്റ്റേറ്റ്മെന്റ് കാണുന്നത്. ഇതൊക്കെ പണ്ടേ കണ്ടിരുന്ന അന്നേക്ക് അടിച്ചേനെ. ഇവിടെ ബഷീർ തൊട്ടിയാണ്, ഓക്കെ ശരി സമ്മതിച്ച് എന്ന് വെച്ചിട്ട് മതം കയറ്റി അതിന്റെ ഇടയിൽ മിക്സ് ചെയ്ത് സംസാരിച്ച് തൊട്ടിത്തനം കാണിക്കല്ലേ ശ്രേയ. ഉള്ള കാര്യം ഞാൻ പറയാം. അത്രയും പറഞ്ഞില്ലേ പിന്നെ ഞാൻ എന്നാ ഗീരവത്തിനായതും തുറന്നു വെച്ചോണ്ടിരിക്കുന്നത്. വീട്ടിത്തനമായാലും കുറച്ച് വെളിവോടെ പറയണം. നമ്മളെ മതത്തിൽ നിന്ന് മാറ്റി വെക്കരുത്. വി ആർ റെഡി. ഇപ്പൊ നമുക്ക് റിലേഷൻഷിപ്പ് ആയി, ഇപ്പൊ അന്യ മതസ്ഥലുള്ള ആരും കല്യാണം കഴിക്കാൻ വേണ്ടി വരികയാണെങ്കിൽ വി ആർ റെഡി ടു അക്സെപ്റ്റ് ദം ലൈക്ക് ദാറ്റ്. വി നെവർ എവർ ഫോഴ്സ് ദം ടു ബി എ ഹിന്ദു. ഓക്കെ, ഇപ്പൊ അന്യ മതത്തിലുള്ളവർ കല്യാണം കഴിക്കാൻ വന്നാലും ആര് വന്നാലും ആരെയും ഫോഴ്സ് ചെയ്യുന്നില്ല. ഇപ്പൊ ചിലപ്പോ പറയും നീ മതത്തിൽ മാറണം എന്ന് പറയാറുണ്ട്. അത് മാറണോ വേണ്ടേ എന്നുള്ളത് നിങ്ങളുടെ തീരുമാനമാണ്. അല്ലാണ്ട് ആരെയും ഫോഴ്സ് ചെയ്തെന്ന് വെച്ചിട്ട് ഒരു തേങ്ങ നടക്കാൻ പോകുന്നില്ല. പിന്നെ നിങ്ങൾ ആദ്യം എങ്ങനെയെങ്കിൽ ആലോചിക്കണം. പ്രേമിക്കുന്ന സമയത്ത് അവൻ വേറെ മതത്തിലുള്ളതാണ് അല്ലെങ്കിൽ അവള് വേറെ മതത്തിലുള്ളതാണ്, എന്തിനാണ് ഞാൻ പിന്നെ ഒരു ചർച്ചയ്ക്ക് ഒരു വിഷയത്തിനും പോകുന്നത്? അതുകൊണ്ട് എനിക്ക് ഈ റിലേഷൻ വേണ്ട എന്ന് ആദ്യമേ വേണമെങ്കിൽ തീരുമാനിക്കാമായിരുന്നു. അല്ലാണ്ട് പ്രേമിച്ച് മുൾമൊനയിൽ എത്തിയതിനു ശേഷം അവൻ വേറെ മതം അല്ലെങ്കിൽ അവള് വേറെ മതം, എനിക്ക് പറ്റൂല, നമുക്കിത് പറ്റൂല, ഇതെന്തുവാ മതം മാറാനൊന്നും എന്നെ കിട്ടൂല, എന്തിന്? ഇനി ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ ആർക്ക് ഏത് മതം വേണോ സ്വീകരിക്കുക, അതൊക്കെ അവരുടേതായ ഇഷ്ടങ്ങൾ. ഇനിയിപ്പോൾ ഒരാൾ ഫോഴ്സ് ചെയ്തെന്ന് വെച്ചിട്ട് നമ്മൾ മാറണമെന്ന് നിർബന്ധമൊന്നുമില്ല. എന്തുവാ ശ്രേയ, കുറച്ച് വിവരത്തോടെയൊക്കെ സംസാരിക്കുക, ബോധത്തോടെയും. ഇത് ചുമ്മാ എന്തൊക്കെ വായത്തോന്നി ബോധക്കായിട്ട് വിളിച്ച് പറയുക. പക്ഷേ ഇത് ഞാൻ ഫേസ് ചെയ്തുകൊണ്ട് പറയാണ്. അവിടെ ഫസ്റ്റ് വരുന്നത് മതത്തിനെ കുറിച്ച് പഠിക്കുന്നതിനേക്കാളും ഫസ്റ്റ് പറയുന്നത് നിങ്ങളുടെ മതത്തിൽ ഇത്രയും ദൈവങ്ങളില്ലേ, ഇതിലെവിടെയാണുള്ളത്? അങ്ങനെ പറഞ്ഞു പതുക്കെ നമുക്ക് ഇങ്ങനെ തിരിക്കും. ലാസ്റ്റ് കൺവേർഷൻ കമ്പൽസറി ആക്കി മാരേജ് വരെ ഇവൻ നിങ്ങൾ കൺവേർട്ട് ചെയ്ത് നിക്കാഹ് വരെ ചെയ്യണം എന്നുള്ള രീതിയിലാക്കും. ലേറ്റർലി അവർ വേറെ റിലേഷൻഷിപ്പിലാവും, നമ്മളെ കഴിയൊഴിയും. സീരിയസ്ലി സ്പീക്കിംഗ്, ദിസ് ഇസ് ഒച്ചത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ അത് ജിഹാദാണ്. ഇവിടെ ആരാ തുപ്പുന്നത്? വർഗീയത ആരാ തുപ്പുന്നത്? ഇവിടെ ശ്രേയ ഹിന്ദുക്കളെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് മൊത്തം മുസ്ലിംസിനെ താറടിച്ച് കാണിക്കുകയാണ്. തന്റെ ജീവിതത്തിൽ നടന്നിട്ടുള്ള ബഷീറുമായിട്ടുള്ള ഒരു റിലേഷനുമായിട്ട് കമ്പയർ ചെയ്തുകൊണ്ട് താൻ ഇവിടെ സംസാരിക്കുന്ന ഓൾമോസ്റ്റ് അഗെയിൻസ്റ്റ് ഓൾ മുസ്ലിംസ് എന്നേ ഞാൻ പറയത്തുള്ളൂ. എല്ലാ മുസ്ലിംസിനും അഗെയിൻസ്റ്റ് ആയിട്ടാണ് ശ്രേയ ഇവിടെ തുപ്പുന്നത്. സൂക്ഷിച്ച് സംസാരിക്കണം. ഇത് ആൾക്കാരെടുത്ത് വെച്ച് ചർച്ച ചെയ്ത് അടിച്ചു കഴിഞ്ഞാൽ തേഞ്ഞുട്ടും.
വല്ല വെള്ളിയാഴ്ച ഇല്ലാതെ ബോധമില്ലാണ്ട് വന്നിരുന്ന് വല്ലതൊക്കെ വിളിച്ച് പറയരുത്. മതത്തിന്റെ പേരിൽ തമ്മിൽ തല്ല് ഉണ്ടാക്കരുത്. എനിക്കതേ പറയാനുള്ളൂ. ഇവിടെ എല്ലാവരും ശാന്തമായിട്ട് മാന്യമായിട്ട് പോകുന്നു. അതിന്റെ ഇടയിൽ കൂടി വന്നിട്ട് ഹിന്ദുക്കള് മുസ്ലിങ്ങള് അങ്ങനെ ഇങ്ങനെ അവര് മാറി ഇവര് മാറിയില്ല, ഇതെന്തുവാ ഇത്? നമ്മളെല്ലാം പൊട്ടന്മാരാ? നിങ്ങളെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ബഷീറുടെ കേസിൽ. പക്ഷെ മതത്തിന്റെ കേസ് വരുന്ന സമയത്ത് ഞാൻ സപ്പോർട്ട് ചെയ്യത്തില്ല. എന്തിനാണ്? മുസ്ലിം ആള് അത്രയും മോശമാണ് നിങ്ങൾ പറയുന്നതായിട്ട് കഴിഞ്ഞാൽ അങ്ങനെയല്ലേ തോന്നത്തുള്ളൂ. നിങ്ങളുടെ ഒരാളുടെ ലൈഫ് വെച്ചിട്ട് നിങ്ങൾ ബാക്കി എല്ലാവരെയും ജനറലൈസ് ചെയ്ത് സംസാരിക്കുന്ന വളരെ തൊട്ടിത്തനമാണ് ശ്രേയായ. കേട്ടോ? അതാണ്. പക്ഷെ ഞാനത് വലിയൊരു കോൺട്രവേഴ്സി റിലേഷൻഷിപ്പ് ആക്കണ്ട എന്ന് പറഞ്ഞിട്ട് ഞാൻ സ്റ്റെപ്പ് ഔട്ട് ചെയ്തതാണ്. ഐ ഹാഡ് വെരി ബാഡ് എക്സ്പീരിയൻസസ് ഫ്രം ഫിസിക്കൽ അബ്യൂസ്. അതായത് ബെൽറ്റിൽ ബക്കിളിട്ട് അടിച്ചിട്ടുണ്ട്, എൻ്റെ കാലൊടിച്ചിട്ടുണ്ട്. എനിക്ക് പുറത്ത് ആൾക്കാർ എങ്ങനെ അക്സെപ്റ്റ് ചെയ്യും എന്നുള്ളൊരു ബുദ്ധിമുട്ട് കാരണം ഐ സ്റ്റെപ്പ് ബാക്ക്. ബട്ട് ലേറ്റർ എനിക്ക് ഓപ്പൺലി പറയാം, ഹിന്ദു മഹാസമാജത്തിന് താഴെ ഹിന്ദു ഐക്യവേദി കൊച്ചി അവരാണ് തട്ടമിട്ട് നടന്ന എന്നെ ദ വെരി നെക്സ്റ്റ് ഡേ ഐ എം സെയിങ് എനിക്ക് പറ്റുന്നില്ല എന്ന് പറയുമ്പോൾ അടുത്ത ദിവസം എനിക്ക് ഗൂസ് ബംസ് വരുന്നുണ്ട്. ദിസ് ഇസ് എ റിയാലിറ്റി. എന്നെ അവർ അവിടെ നിന്ന് പൊക്കിയെടുത്ത് ഒരു നിയർലി ഒരു 1 month എന്നെ ഫുൾ സെക്യൂരിറ്റി, എനിക്ക് ഫുഡ് സത്യം പറഞ്ഞാൽ അടിച്ച് ഞാൻ ലിറ്ററലി ഫിസിക്കലി അത്രയും വീക്കായിരുന്നു. ഫുൾ ദേഹത്ത് നീലിച്ച് വയ്യാണ്ടായി കിടന്നു. എനിക്ക് ആയുർവേദ മസാജ് അവിടെ പോകുന്നു, ഇവിടെ കൊണ്ടുവിടുന്നു, ഇവിടെ കൊണ്ട് നോക്കുന്നു, എനിക്ക് ഉറക്കം ശരിയാക്കുന്നു, ഫുഡ് തരുന്നു. ആ ട്രോമ വാസ് വെരി ഹാർഡ്ഷിപ്പ് ആയിരുന്നു. ആ ട്രോമയിൽ നിന്ന് രക്ഷിച്ച ഹിന്ദു ഐക്യവേദി കൊച്ചി ടീമിന് ഞാൻ വലിയ സപ്പോർട്ട് ചെയ്യുന്നു. അതിന്റെ കൂടെ തന്നെ ട്രിവാൻഡ്രം ടീമും വലിയ സപ്പോർട്ട് തന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ ഹിന്ദു ഐക്യവേദിക്ക് സപ്പോർട്ട് നൽകാനായിട്ടാണ് ശ്രേയ അയ്യർ എത്തിയിട്ടുള്ളത്. നല്ലതാണ്. നിങ്ങൾ നിങ്ങളുടെ ഇതിനെ സപ്പോർട്ട് ചെയ്തു, ഒരു തെറ്റുമില്ല. അതിന്റെ പേരിൽ മുസ്ലിംസ് എല്ലാം അങ്ങനെയാണെന്നുള്ള ഒരു രീതിയിലുള്ള സ്റ്റേറ്റ്മെന്റ് എന്തിനാണ് അടിച്ചു വയ്ക്കുന്നത്? ജനറലൈസ് ചെയ്ത് അല്ലെങ്കിൽ പറയാം ബഷീർ മാത്രമാണ് അങ്ങനെയാണ്. നിങ്ങൾക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായെങ്കിൽ അവൻ മാത്രമാണ് അങ്ങനെ ഉണ്ടാക്കിയത് എന്ന് പറയണം. അല്ലാണ്ട് മുസ്ലിങ്ങളെല്ലാം ഇങ്ങനെയാണ്, തട്ടമിട്ട് ഞാൻ ഇങ്ങനെയായി അങ്ങനെയായി, അപ്പൊ എന്നെ രക്ഷിച്ച ഹിന്ദുക്കളാണ്, മുസ്ലിങ്ങൾ അങ്ങനെയാണ് എന്നുള്ള സാധനം പറയാതെ പറഞ്ഞു വയ്ക്കുമ്പോൾ അത് മോശമാണ് ശ്രേയ. ആ മതത്തിലുള്ള മൊത്തം ആൾക്കാരെയും അപമാനിക്കുന്നതിന് തുല്യമുള്ള സ്റ്റേറ്റ്മെന്റാണ് ശ്രേയ ഇവിടെ പറഞ്ഞു വയ്ക്കുന്നത്. നിങ്ങൾക്കൊക്കെ ബോധവും വെള്ളിയാഴ്ച ഒന്നുമില്ലേ? ഈ ബഷീർ എന്ന് പറയുന്നവന്റെ അടുത്തുനിന്ന് തനിക്കുണ്ടായിട്ടുള്ള മോശം അനുഭവങ്ങൾ നമ്മൾ കേട്ടിട്ടുള്ളതാണ്, നിങ്ങളെ സപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്. പക്ഷെ ഇത് കുറച്ച് കടന്നുപോയി. ഇതിപ്പോ ബഷീർ അടുത്തുനിന്ന് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായെന്ന് വെച്ചാൽ സകലമായ മുസ്ലിങ്ങളും അങ്ങനെയാണ്. എന്തുവാ ശ്രേയ ഇത്? കുറച്ച് ബോധം വെള്ളിയാഴ്ചത്തോടെയൊക്കെ സംസാരിക്കണ്ടേ? ഇപ്പം നിങ്ങളെ സഹായിച്ചെന്ന് പറഞ്ഞ് ആര്? ഹിന്ദു ഐക്യവേദി സമാജം സഹായിച്ചെന്ന് പറഞ്ഞ് ഓക്കെ, അതിന്റെ ഒരു നന്ദി പ്രകടനമാണ് ഈ കാണുന്നത്, മനസ്സിലാക്കാൻ സാധിക്കും. അതിന്റെ ഒരു ഏറ്റുപറച്ചില് നിങ്ങൾ ഓപ്പോസിറ്റ് ഇരിക്കുന്ന മതത്തെയാണ് അപമാനിക്കുന്നത്. അങ്ങനെ അപമാനിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ തുപ്പുന്നത് വർഗീയതയാണ്, പച്ച വർഗീയതയാണെന്ന് സംസാരിക്കേണ്ടി വരും. അത് തന്നെയാണ് നിങ്ങൾ സംസാരിക്കുന്നത്. എന്തുവാ ശ്രേയ? ഇതൊക്കെ മോശമല്ലേ? സംസാരിക്കുമ്പോൾ കുറച്ച് സൂക്ഷിച്ചും കണ്ടൊക്കെ സംസാരിക്കണം. ഇങ്ങനെ തൊട്ടിത്തനങ്ങൾ വിളിച്ച് പറയാതിരിക്കുക. ഈ വിവാഹങ്ങളുടെ പേരിന്റെ മറവില് ഇതുപോലത്തെ പല കൺവേർഷൻസും നടക്കാറുണ്ട്. ആൻഡ് ട്രസ്റ്റ് മീ, ദേ ആർ ഗെറ്റിംഗ് ഹ്യൂജ് മണി, ഹ്യൂജ് ഫെയിം. ഓക്കെ, അതായത് ഈ വിവാഹ കൺവർഷൻ നടക്കുന്നത് കൊണ്ട് അതിന്റെ മറവിൽ ഒരുപാട് സംഭവങ്ങൾ നടക്കുന്നുണ്ട്. ഹ്യൂജ് മണി കിട്ടുന്നു, മണി കൊടുക്കുന്നു. അതായത് ഇപ്പോ ഹിന്ദുക്കൾ മുസ്ലിമിലോട്ട് മാറുമ്പോൾ അവിടെ പൈസ കിട്ടുന്നു, ഫെയിം കിട്ടുന്നു എന്നൊക്കെ ഉള്ള സാധനമാണ് ഇവിടെ പറയാതെ പറഞ്ഞു വെക്കുന്നുണ്ട്. എന്റെ പൊന്നു ശ്രേയ, തനിക്ക് ഉളുപ്പില്ലേ എന്ന് ഞാൻ ചോദിക്കത്തുള്ളൂ. ഒരു ഇതുണ്ടായിരുന്നു, അത് കളയരുത്. ഞാൻ ഈ വീഡിയോ കണ്ടിട്ടില്ലായിരുന്നു. കണ്ട സമയത്ത് എനിക്ക് പുച്ഛമാണ് തോന്നിയത്. എന്തുവാ തുപ്പി വെക്കുന്നത്? അപ്പോൾ ഈ ഒളിച്ചോടി അല്ലാതെ പോകുന്നവരെല്ലാവരും മറ്റേ പൈസയ്ക്ക് വേണ്ടിയിട്ട് പോകുന്നതാ മതം മാറി? എന്തോന്നാ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? നിങ്ങൾ എന്ത് വർഗീയതയാണ് തുപ്പുന്നത്? ബഷീർ തൊട്ടിയാണെന്ന് അറിയാം, ഓക്കെ. പക്ഷെ അവനെ പറയണമെങ്കിൽ അവനെ മാത്രം പറ, മൊത്തം മതത്തിലുള്ള ആൾക്കാരെ പറയാതെ. ഒരു വിഷയം ഒരാൾ ചെയ്ത് അല്ലെങ്കിൽ ഒരാളൊരു തൊട്ടിത്തനം ചെയ്തെന്ന് വെച്ചിട്ട് മൊത്തം മതത്തെ അപമാനിക്കുന്ന അല്ലെങ്കിൽ മൊത്തം സമൂഹത്തെ അപമാനിക്കുന്നത് ഒരു ക്വാളിറ്റിയിലായ്മ എന്ന് ഞാൻ പറയത്തുള്ളൂ. ഇപ്പൊ ഞാൻ ചെറ്റയാണ്, എന്നെ മാത്രം പറ, അല്ലാതെ എൻ്റെ വീട്ടുകാരെ പറയേണ്ട കാര്യമില്ല, എൻ്റെ നാട്ടുകാരെ പറയേണ്ട കാര്യമില്ല. കേട്ടോ? കാര്യം പിടിയിട്ടില്ല, അതുകൊണ്ടാണ് പറഞ്ഞത്. ഞാൻ എൻ്റെ ലൈഫിൽ ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ദേ ആർ ഗെറ്റിംഗ് അത്രയും റെക്കഗ്നൈസേഷൻ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ടു ബി ഫ്രാങ്ക്, ഞാനതൊരു വിവാദമായി സൃഷ്ടിക്കാൻ വേണ്ടി ഞാൻ പറയുന്നതല്ല. പക്ഷെ സ്റ്റിൽ ഞാൻ റിലേഷൻഷിപ്പിലുണ്ടായ ആ വ്യക്തി, ഹി വാസ് ബിഗ് സീറോ വെൻ ഹി വാസ് ഇൻ, ഞങ്ങൾ റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഒന്നുമല്ലായിരുന്നു. പക്ഷെ ലേറ്റർലി ഹി ഗെറ്റ് ഇൻ ടു മീഡിയ, എൻ്റെ വഴി ഫെയിം. ലാസ്റ്റ് വെൻ ഐ വാക്ക് ഔട്ട്, വൺ ഓഫ് ദി ഗുഡ് യൂട്യൂബ് വ്ളോഗർ, ഹീസ് ഏർണിംഗ് ടു മച്ച്. അതായത് കുറെ കാറും കുറെ ലൈക്ക് എല്ലാം ഹൈ ക്ലാസ് കാറും എല്ലാമായിട്ടാണ് ഇപ്പൊ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ദേ ആർ ഗെറ്റിംഗ് ദാറ്റ് കമ്മ്യൂണിറ്റി സ്പിരിറ്റ് ആൻഡ് സപ്പോർട്ട്. അതിന്റെ ചുരുക്ക് നല്ലോണം ശ്രേയക്കുണ്ട്. ഇപ്പൊ താൻ ആ വ്യക്തിയുടെ അടുത്തുനിന്ന് ഉപദ്രവം അനുഭവിച്ചിട്ടുണ്ട്, തന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ തന്നെ വെച്ചിട്ടാണ് അവൻ ആ ഫെയിം ഉണ്ടാക്കിയത്, മറ്റതാണ് മറിച്ചതാണ്, കാർ ഉണ്ടാക്കിയത്, ബംഗ്ലാവ് ഉണ്ടാക്കിയതെന്ന് പറയുമ്പോൾ അതെനിക്ക് യോജിപ്പില്ല. അതിന്റെ നല്ല ഒരു അസൂയയും ചുരുക്കും തനിക്കുണ്ടെന്നുള്ളൊരു കാര്യം എനിക്ക് ഈ വീഡിയോ കണ്ടപ്പോഴാണ് കൃത്യമായിട്ട് മനസ്സിലായത്. സത്യം പറയല്ലോ, പുച്ഛം മാത്രമാണ്.
ബഷീർ എന്ന് പറയുന്നവൻ എങ്ങനെയാണ് പൈസ ഉണ്ടാക്കിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവൻ യൂട്യൂബ് ചാനൽ തുടങ്ങി, 2 കല്യാണം കഴിച്ച് ആ ഭാര്യമാരെ വെച്ചിട്ട് അവൻ വ്ളോഗ് ചെയ്ത് അവർ വേറെ ചാനൽ തുടങ്ങി, അങ്ങനെ മൊത്തത്തിൽ അവർ സെറ്റിലായതാണ്. പിന്നെ അവന്റെ ബിസിനസ് അവൻ കൊണ്ടുവന്ന് പ്രൊമോഷൻ ചെയ്തു, അങ്ങനെ പല രീതിയിലും അവൻ കോടികൾ സമ്പാദിച്ചു. അതാണ് അവൻ ചെയ്തിട്ടുള്ളത്. അല്ലാണ്ട് നിങ്ങളെ വെച്ചിട്ടാണ് അവൻ ഈ യൂട്യൂബ് ചാനൽ ഉണ്ടാക്കിയത്, നിങ്ങളെ വെച്ചിട്ടാണ് അവൻ ഈ ഫെയിം നേടിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അത് പൂർണ്ണമായിട്ട് യോജിക്കാൻ പറ്റത്തില്ല. എന്തുവാടേ ഇതിപ്പോ ഒരു അസൂയ മണക്കുന്നുണ്ടല്ലോ. ഇവിടെ ഇപ്പം നാളെ ഞാനൊരു കല്യാണം കഴിച്ചെന്ന് വെച്ചോ, എന്നിട്ട് കല്യാണം കഴിച്ച് ഞാൻ ഡിവോഴ്സായെന്ന് വയ്ക്കുക, എക്സാമ്പിളാണ് കേട്ടോ, അങ്ങനെയൊന്നും പ്രാർത്ഥിക്കല്ലേ. ഓക്കെ, അങ്ങനെ ആവുകയാണെങ്കിൽ കുറച്ച് ദിവസം ഞാൻ പെൺകുട്ടി പോയിട്ട് ഒരു ഇന്റർവ്യൂ എടുക്കുകയാണ്, ഞാൻ കാരണമാണ് അവൻ റീച്ച് ഉണ്ടാക്കിയത്, ഞാൻ കാരണമാണ് അവൻ ഇത്രയും പൈസ ഉണ്ടാക്കിയത്, ഞാൻ കാരണമാണ് അവൻ ഇത്രയും സബ്സ്ക്രൈബർ ഉണ്ടാക്കിയത് എന്ന് പറഞ്ഞാൽ എനിക്ക് യോജിക്കാൻ പറ്റുമോ? ഇത്രയും വർഷം അപ്പം ഞാൻ കഷ്ടപ്പെട്ട് ഈ ഉണ്ടാക്കിയെടുത്തത് എല്ലാം മറ്റേ വെള്ളത്തിൽ ഇട്ട വളിയാ. അത് പറ്റൂല, കാര്യം പിടികിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അതല്ല ഇത് ശ്രേയയുടെ നല്ല പോലത്തെ അസൂയ സാധനമാണ് എനിക്കിവിടെ ഫീൽ ആയിട്ടുള്ളത്. എനിക്കൊരു പുച്ഛമാണ് തോന്നി കേട്ടോ. അതിൻ്റെ ഇടയിൽ കൂടി വർഗീയത തുപ്പി അങ്ങോട്ട് നിറയ്ക്കുക. നിങ്ങൾ ആ ഒരു ഹിന്ദു സമാജിന് വേണ്ടിയിട്ട് സംസാരിക്കാൻ വന്നെങ്കിൽ ആ മതത്തിനെ നിങ്ങൾ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചോ എന്ന് പറഞ്ഞിട്ട് മറ്റുള്ള മതത്തിലുള്ള ആൾക്കാരെ കരിവാരി തേക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ആ ഒരു ഓൾഡ് റിലേഷൻഷിപ്പും കൂടി എടുത്ത് അതിൻ്റെ ഇടയിൽ ഇട്ടിട്ട് അയാളെയും കുറെ കുറ്റം പറഞ്ഞിട്ട് ആ മതവും അതിൻ്റെ ഇടയിൽ വലിച്ചിട്ടിട്ട് സംസാരിക്കുന്നത് തൊട്ടിത്തനം എന്നേ ഞാൻ പറയത്തുള്ളൂ, എൻ്റെ ഭാഷയെ പറഞ്ഞ കേട്ടല്ലോ. കേരള സ്റ്റോറിയും നിങ്ങളും തമ്മിലൊരു വ്യത്യാസമില്ല. കേരളത്തിൽ നടക്കാത്ത കഥ കേരളത്തിൽ നടന്നു എന്നുള്ള രീതിയിൽ പറഞ്ഞ് കേരളത്തിന്റെ പേര് കൊടുത്ത തൊട്ടികളാണ് അവന്മാര്, മനസ്സിലായോ? നമ്മുടെ നാടിനെ നാണം കെടുത്താൻ വേണ്ടി അവന്മാർ ചെയ്ത പോലെയാണ് മുസ്ലിങ്ങളെ നാണം കെടുത്താൻ വേണ്ടിയിട്ട് അപമാനിക്കാൻ വേണ്ടിയിട്ടും നിങ്ങൾ സംസാരിച്ചിട്ടുള്ളത്. രണ്ടും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. അവിടെ നാട്, ഇവിടെ മതം. അവിടെയും മതം മിക്സ് ആണ്. പറയണമെന്ന് തോന്നി, ഇത്രയും പുച്ഛം മാത്രം. ശ്രേയ, അപ്പൊ ശരി, കാണാം പുതിയൊരു വീഡിയോ ആയിട്ട്. ബൈ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഉറപ്പായിട്ട് താഴെ കമന്റ് ചെയ്യണം. ബൈ.